ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായുള്ള കുറച്ച് മസ്റ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി എല്ലാവരും നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏത് ഉറക്കത്ത് ചോദിച്ചാലും നമുക്ക് സെക്കൻഡ്സ് ഒന്ന് കഴിയുന്ന എക്സാം കഴിയുന്നവരെ പറയാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേംസ് ഓഫ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് ഇഷ്യൂ ചെയ്യൽ. ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഇപ്പോൾ ഇല്ല. സോ 2 ഉള്ളത് ഇഷ്യൂഡ് അറ്റ് പാറും ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇഷ്യൂഡ് അറ്റ് പാറിൻ്റെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് നോമിനൽ ക്യാപിറ്റൽ ഓഫ് 2 lakh divided into 2000 shares of 100 each. The company issued 10,000 shares at par payable 20 on application, 30 on allotment, 20 on first call and 30 on final call. Shares were subscribed by public amount. മനസ്സിലായില്ല. അതായത് 2 lakh ഷെയർസ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ക്യാപിറ്റലാണ് നമ്മൾ എടുക്കേണ്ട. ഇവിടെ 10,000 ഷെയർസാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. 20 രൂപ ആപ്ലിക്കേഷന് വേണ്ടി, 30 ഓൺ അലോട്ട്മെൻറ്റ്, 20 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് 30 ഓൺ ഫൈനൽ കോൾ. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത് കൂടെ നമ്മൾ പറയേണ്ടത്. മേ ബി 5 മാർക്സിന് ക്വസ്റ്റ്യൻ മസ്റ്റാണ് കേട്ടോ. സോ നിങ്ങൾ ആരും അങ്ങനെ ബാക്കപ്പ് ചെയ്ത് കളയേണ്ട, എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ നമുക്ക് നേരത്തെ പറഞ്ഞുള്ള ജേണൽ എൻട്രി അടക്കം അപ്ലൈ ചെയ്യാം. ഈ ചുറ്റുവട്ടത്തുള്ളത് നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ ഞാൻ ആ തിയറി എടുത്ത് വരുമ്പോൾ എൻ്റെ കുറച്ച് അലങ്കോലപ്പണികൾ നടന്നതാണ്. ഐ എം റിയലി സോറി. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അത് 2 lakh വന്നിട്ടുള്ളത്. 2 lakh എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായില്ല. അതായത് ഇവിടെ ഷെയർ ആപ്ലിക്കേഷൻ്റെ മണി വന്നത് 20 ആണ്. ഇവിടെ നമ്മൾ ടോട്ടൽ 10,000 ഇൻറ്റു 20 ഈക്വൽ ടു 2 lakh. പിന്നെ ഷെയർ, അപ്പോൾ ആദ്യം നമ്മൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അത് എഴുതുക. പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് 30 രൂപയാണ്. 10,000 ഇൻറ്റു 30. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇത് ഡ്യൂ ആവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ജേണൽ എൻട്രീൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് നറേഷനും കൂടെ എഴുതണം. നറേഷൻ എഴുതാൻ ഞാൻ മറന്നാണ്, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് പറയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തു അവർ, റിസീവിങ് അലോട്ട്മെൻറ്റ് മണി. പിന്നെ ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് 20 ആണ് വന്നിട്ടുള്ളത്. ഷെയർ അപ്പോൾ 10,000 ഇൻറ്റു 20 വരും. അപ്പോൾ അതപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ, ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയി, ഫസ്റ്റ് കോൾ മണി പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ ഫൈനൽ കോൾ മണി ഡ്യൂ ആയി, ഫൈനൽ കോൾ മണി ഡ്യൂ ആയി. അതാണ് ഫൈനൽ കോൾ മണി പേയ്മെൻറ്റ് ചെയ്തു, റിസീവ് ചെയ്തു. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി വരാൻ 100% ഷുവറാണ്. കാരണം ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. സോ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുക വേണം. ഒന്ന് നോക്കിപ്പോയാൽ തന്നെ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്യൂഡ് അറ്റ് പാറാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാറാണോ പ്രീമിയം ആണോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ എമൗണ്ട് ഇവിടെ എങ്ങനെ വന്നത് എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇത്രയും സിമ്പിളായുള്ള ഒരു പ്രോബ്ലമാണിത്. 5 മാർക്ക് ഉറപ്പാണ്. സോ നിങ്ങളാരും ഒഴിവാക്കാണ്ടിരിക്കുക പ്ലീസ്. പിന്നെ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ 50 രൂപയുടെ ഷെയർ ആണെങ്കിൽ അത് 60 രൂപയ്ക്ക് കൊടുക്കുക. അതിനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വെൻ പ്രീമിയം റിസീവ്ഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് പ്രീമിയം എമൗണ്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപയാണ് ഷെയറിൻ്റെ വില. 2 രൂപയാണ് എന്ത് പറയുന്നത്, പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രീമിയം അടക്കമുള്ള എമൗണ്ട് തന്നെ എഴുതുക ആദ്യം. അതിനുശേഷം പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് രണ്ടാമത്തെ ജേണൽ എൻട്രി എഴുതുമ്പോഴാണ് എന്ത് ചെയ്തത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ 12, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 2, ഷെയർ പ്രീമിയം റിസർവ് അക്കൗണ്ട് 2 രൂപ.
അത് രണ്ടും ക്രെഡിറ്റും ചെയ്യും, മറ്റത് ഡെബിറ്റും ചെയ്യുക. അതാണ് എന്ത്, ആപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് പ്രീമിയം എമൗണ്ട് കിട്ടിയതെന്നുണ്ടെങ്കിൽ വരുന്ന എന്താ പറയുന്നത് ജേണൽ എൻട്രിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വെൻ പ്രീമിയം അലോങ് വിത്ത് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് പ്രീമിയം എമൗണ്ട് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ജേണൽ എൻട്രിയിലാണ് നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു 12 രൂപ, പിന്നെ ഷെയർ ക്യാപിറ്റൽ 10 രൂപ, ഷെയർ പ്രീമിയം റിസർവ് 2 രൂപ, പിന്നെ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ട് 12 രൂപ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മണിയുടെ കൂടിയും അലോട്ട്മെൻറ്റ് മണിയുടെയും കൂടിയും കിട്ടുമ്പോഴുള്ള ഡിഫറൻറ്റ് എന്താ, ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് എഴുതേണ്ടത്. അതല്ല അലോട്ട്മെൻറ്റിൻ്റെ മണിയുടെ കൂടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ജേണൽ എൻട്രിയിലാണ് എഴുതേണ്ടത്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എ കമ്പനി ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ്, 10 rupees 10 ഈച്ച് അറ്റ് പ്രീമിയം, 3 per shares payable on application 7 including premium on allotment 2 on first call and final call for all money duly reserved prepared. അതായത് ഇവിടെ 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് എന്തുള്ളത്, 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 3 രൂപയാണെന്ന് ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നത് എന്തിൻ്റെ കൂടെ, ആപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ്. ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ എന്ന് പറയുമ്പോൾ 7 രൂപ, അപ്പോൾ ഇൻക്ലൂഡിങ് പ്രീമിയം എമൗണ്ട് അടക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ മണിയുടെ എമൗണ്ട് പറയുന്നത് 4 രൂപയായിരിക്കും. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മണി 2, ഫസ്റ്റ് കോൾ 4, ഫൈനൽ കോളും 4. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് പറയുമ്പോൾ 4 × 10,000 വരും. പിന്നെ പ്രീമിയം എന്ന് പറയുമ്പോൾ 3 × 10,000 വരും. ബാക്കിയൊക്കെ 2 × 10,000, 4 × 10,000 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ എമൗണ്ടിൻ്റെ കൂടെയാണ് അത് കിട്ടിയത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം, രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് എഴുതുക. അപ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 7 വെച്ചിട്ട് തന്നെ എഴുതാം, 7 × 10,000. പിന്നെ രണ്ടാമത്തെ ജേണൽ എൻട്രി വരുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് എഴുതണം. പിന്നെ മറ്റേതെല്ലാം നോർമൽ ജേണൽ എൻട്രി തന്നെ വരും. അങ്ങനെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ബാങ്ക്. ഇത് നമ്മൾ നേരത്തെ എഴുതിയ സെയിം ജേണൽ എൻട്രി ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ചിലപ്പോൾ മേ ബി ഒരു റിവിഷനായിട്ടൊക്കെ വേണ്ടവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാത്തവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം മേ ബി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, കുറച്ച് സമയമല്ലേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ അത്ര നിർബന്ധിക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലമായിട്ട് ഞാനിപ്പോൾ വരാം. ഓക്കെ, താങ്ക് യു.